ഇങ്ങനെ കൊടുക്കുക സൈഡിലേക്ക് കേട്ടോ. സൈഡിലേക്ക് ഇങ്ങനെ കൊടുക്കുക. അതൊക്കെ നല്ലത്. അത് വെറുതെ രാവിലെ ചെയ്താലും നല്ലത് വേണ്ടിയിട്ടാണ് ഇതൊക്കെ കാണിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഹായ് ഹലോ. അപ്പോഴേ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്കൊരു 40-45 നമുക്ക് അടുക്കുമ്പോൾ നമ്മുടെ സ്കിന്നിലും അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിനും ബാധിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. കാരണം ഞാനത് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ്. എനിക്ക് 45 കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് പ്രശ്നം എനിക്ക് എൻ്റെ ഒരു ആരോഗ്യത്തെ ബാധിച്ചൊരു പ്രശ്നമാണ്. അതായത് ഇപ്പോഴും ഒരു തളർച്ച അല്ലെങ്കിൽ ഒരു ക്ഷീണാവസ്ഥ. പിന്നെ സ്കിന്നിൻ്റെ കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. എനിക്ക് സ്കിന്നിനെ കുറിച്ച് ഞാൻ ഒട്ടും ടെൻഷൻ അടിക്കുന്ന ആളല്ല. സ്കിന്നിന് ഇപ്പോൾ എന്തെങ്കിലും വന്നാൽ ടെൻഷൻ അടിക്കുന്ന ആളല്ല. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. അതായത് നമ്മൾ 500, 1000, 2000 ഒക്കെ കൊടുത്തിട്ട് നമ്മൾ പുറത്തുനിന്ന് നമ്മളതായത് കെമിക്കൽ അടങ്ങിയ ഒരുപാട് സ്കിൻ കെയർ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് വാങ്ങിച്ച് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊന്നും ഇല്ലാതെ ഒരു 100 രൂപ പോലും വേണ്ട കേട്ടോ. ഇത് പറയുന്നത് നുണയല്ല, നിങ്ങൾക്കത് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ആ ഒരു നമ്മുടെ ഇപ്പോൾ ഏറ്റവും അധികം അഭിമുഖീകരിക്കുന്ന പ്രശ്നം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒത്തിരി അങ്ങ് ഒരു കുറച്ച് അതായത് 40+ ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ സ്കിന്നിൽ വരുന്ന മാറ്റങ്ങൾ സ്കിൻ നന്നായിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളരെ ടെൻഷൻ ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് വെറും ഒരു 5 മിനിറ്റ് പോലും നിങ്ങൾ നിങ്ങളുടെ സ്കിന്നെ കൊടുക്കണ്ട അത് ചെയ്യാനായിട്ട്. അത്രയും പെർഫെക്റ്റായിട്ടും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് കേട്ടോ. അതാണ് നമ്മുടെ ആൻറ്റി ഏജിങ് ഓയിൽ എന്നൊക്കെ നമുക്ക് പറയാം. അത് നമുക്ക് ഒത്തിരി ബെനിഫിറ്റ്സ് ഉള്ള കാര്യമാണ്. ഒരു കാര്യത്തിന് മാത്രമല്ല, അത് ഹെയറിനും സ്കിന്നിനും ഒക്കെ ഒരുപോലെ യൂസ്ഫുൾ ആകുന്ന ഒരു ഓയിലിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. ഞാൻ ഒരു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് അത് കാണിച്ചു തരാം കേട്ടോ. ഒരു ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരു ഓയിലാണ്. അപ്പോൾ അത് അപ്ലൈ ചെയ്യുന്നതും ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതെന്താണെന്ന് നിങ്ങൾക്ക് പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ഡ്രസ്സുകൾ, സ്കിൻ ഹെയർ കെയർ പ്രോഡക്ട്സ്, സ്കിന്നും ആൻഡ് ഹെയർ കെയർ പ്രോഡക്ട്സ്, ഹോം മെയ്ഡ് ഓർഗാനിക് പ്രോഡക്ട്സ് ആണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്, ഡ്രസ്സുകൾ കേട്ടോ. അപ്പോൾ രണ്ടും കൂടി നമ്മുടെ ചാനൽ നമ്മൾ സെപ്പറേറ്റ് വേറൊരു ചാനൽ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇതിലെല്ലാം രണ്ടും കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പം കൊണ്ടുവരുന്നതാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഞാൻ കാണിച്ചു തരാം എന്താണ് ആ ഒരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. വളരെ വളരെ നല്ലതാണ്. നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണേ. ആ ഓയിൽ നിങ്ങൾക്ക് കാണണ്ടേ, അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഒന്ന് ഓടിപ്പോയി എടുത്തുകൊണ്ട് വന്നു കേട്ടോ. ഇതൊക്കെ ഞാൻ എടുക്കാനായിട്ട് മറന്നുപോയി. അപ്പം ഇതാണ് ആ മിറക്കിൾ ഓയിൽ. ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു കാര്യം ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർക്കാം, വേണ്ടെങ്കിൽ വേണ്ട. ഓക്കെ, പക്ഷേ അത് ചേർത്താൽ അതിൻ്റെയും കൂടി ബെനിഫിറ്റ്സ് കിട്ടും. ഇല്ലെങ്കിലും ഇത് മാത്രം മതി കേട്ടോ. ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതെന്താ, ഇതൊരു മിനിമം ക്വാണ്ടിറ്റി നമുക്ക് മേടിക്കാൻ കിട്ടുന്നത് മിക്കത് ഇങ്ങനെയായിരിക്കും കേട്ടോ. ഇതാണ് ആ ഒരു സംഭവം. എന്താ, കാസ്റ്റർ ഓയിൽ അഥവാ ആവണക്കെണ്ണ. പലർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇത് ശരിക്കും നമ്മൾക്ക് ഇതിന് ആൻറ്റി ഏജിങ് ഓയിൽ എന്ന് തന്നെ പറയാം കേട്ടോ. അത് കൂടാണ്ട് ഒത്തിരി ഇതിൻ്റെ പാടുകളും കറുത്ത നിറമൊക്കെ മാറാനും തിളക്കം വർദ്ധിക്കാനും സോഫ്റ്റ് ആവാനും ഒക്കെ വളരെ 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 നല്ലതാണ്. എങ്കിൽ കൂടി എടുത്തു പറയുന്നത് റിങ്കിൾസ്, ഫൈൻ ലൈൻസ് ഇതൊക്കെ മാറും. അതേപോലെ തന്നെ നമ്മളൊരു കുഞ്ഞു ഇത് പരട്ടിയിട്ടൊരു കുഞ്ഞു മസാജൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ സാഗിങ് അല്ല എനിക്കൊക്കെ ഒത്തിരി ഉണ്ട്. എനിക്കത് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞു ബോറടിച്ചിട്ടുണ്ടാവും. കാരണം എനിക്ക് സ്വന്തം സ്കിന്നിനെ നോക്കാനായിട്ട് ഭയങ്കര മടിയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മൾ ചുമ്മാ അങ്ങനെ ഒന്നുമില്ലാതെ നടക്കുന്ന സമയത്ത്, നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ നേരെ ഉണ്ടാക്കി നമ്മൾ ചെയ്യും. പക്ഷെ ഇപ്പോൾ നല്ല മടിയാണ്. പിന്നെ എൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് എനിക്കൊരു ഫ്രീ ടൈം കിട്ടിയാൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങും. അതാണ് എൻ്റെ ഒരു ദുശീലമായിട്ട് ഇപ്പോൾ തീർന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്കിന്നിനോട്, എനിക്കറിയാം, ഞാൻ ഈ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഒരുപാട് പേര് പേഴ്സണലി എന്നോട് ഭയങ്കര സങ്കടത്തോട് പറയാറുണ്ട്. അവരുടെ സ്കിന്നിൻ്റെ കുറച്ചൊരു കളർ കുറഞ്ഞപ്പോഴുള്ളവർക്ക് വിഷമം, ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഞാൻ ഒന്നും ഒരിക്കലും ഞാൻ പുച്ഛിക്കത്തില്ല. അതൊക്കെ അവനവനെ ഹെൽപ്പ് ചെയ്യണ ഒരു കാര്യങ്ങളാണ്. അതും നമ്മുടെ മെൻറ്റാലിറ്റി ആവില്ല അവർക്ക്.
നമ്മളൊക്കെ ആരും എന്ത് പറഞ്ഞിട്ടും നോ പ്രോബ്ലം മൈൻഡ് ചെയ്യാത്തൊരു ഇതാണത്, നെവർ മൈൻഡ്. പക്ഷേ എല്ലാവരുടെയും കാര്യം അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ ഞാൻ കഥ പറയുന്നത് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ കാണിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതിൽ നിന്ന് നമ്മൾ കുറച്ച് ഓയിൽ, കാരണം എനിക്ക് ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഫസ്റ്റ് അപ്ലൈ ചെയ്ത് കാണിക്കുവാണ്, ഞാനിത് കണ്ടിന്യൂ ചെയ്യും കേട്ടോ. കാരണം എനിക്ക് നമ്മൾ അടുത്തുനിന്ന് നമ്മുടെ മുഖമൊക്കെ ഒന്ന് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ അടുത്തുനിന്ന് കാണിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെയൊക്കെ കുറച്ച് ഇങ്ങനെ വരകൾ റിങ്സൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കെങ്കിലും ഒന്ന് ചെയ്യാമല്ലോ എന്ന് ഞാനും വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടി ഞാൻ ഇതിലേക്ക് കുറച്ച് പകർത്തുകയാണ് കേട്ടോ. ഇത് പിന്നെ നമ്മുടെ കൺമഷി, നമ്മൾ സെയിലിന് ഞാൻ കൺമഷി ഇറക്കിയിട്ടില്ല, പക്ഷേ ഞാനിത് ഉടനെ ഇറക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം ആ കൺമഷിയുടെ ഇതിലുള്ള പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ആവണക്കെണ്ണ, കാസ്റ്റർ ഓയിൽ കേട്ടോ. ഇത് മാത്രമല്ല ഒത്തിരി പച്ചമരുന്നുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ഉണ്ടാക്കുക. നിങ്ങൾക്കറിയാം കൺമഷി ഇപ്പം ഒത്തിരി പേരുണ്ടാക്കുന്നതാണ്. പണ്ട് മുതലേ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ വീട്ടിൽ ഉണ്ണികൾക്ക് കെമിക്കൽ അടങ്ങിയ കൺമഷി ഒന്നും എഴുതാതെ നല്ല നേച്ചുറലായിട്ടുള്ള കൺമഷി എഴുതാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് നമുക്കറിയാം. എങ്കിലും ഞാനത് കാണിക്കാം കേട്ടോ ആ സമയത്ത്. ഓക്കെ, അപ്പോൾ അതിനൊക്കെ ഞാൻ മേടിച്ചിട്ടുള്ളതാണിത്. കാസ്റ്റർ ഓയിൽ, പിന്നെ നെയ്യ്, അതൊക്കെയാണ് ഞാൻ നമ്മുടെ കൺമഷിയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു എളുപ്പത്തിനൊരു കാര്യം ചെയ്യാം, ഇതിലേക്ക് കുറച്ച് അങ്ങത് ഒഴിക്കുക. ഏത് കാസ്റ്റർ ഓയിൽ അഥവാ ആവണക്കെണ്ണ കേട്ടോ. ഇത് നമ്മുടെ കുങ്കുമാതി തൈലത്തിന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സിനൊക്കെ മറക്കാൻ പറ്റാത്തൊരു ബോട്ടിലാണിത്. ഇത് കുങ്കുമാതി തൈലം എന്ന് പറഞ്ഞാൽ കുറച്ച് വിലയേറിയതാണ്. അപ്പോൾ ഞാനത് കുറച്ച് നാളായിട്ട് എനിക്ക് ഉണ്ടാക്കാനുള്ള വയ്യായ്ക കൊണ്ട് ഞാനത് സ്റ്റോക്ക് ഔട്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. കാരണം അത് ഒത്തിരി പണിയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുക, എൻ്റെ ക്ഷീണാവസ്ഥയിലൊന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. പിന്നെ എനിക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു സ്റ്റാഫിനെ വെച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. പാക്കിങ് കാര്യങ്ങളൊക്കെ കൊടുക്കാന്നല്ലാതെ നമുക്ക് പ്രൊഡക്ഷൻ നമ്മൾ തന്നെ ചെയ്യണമായിരിക്കും. അതിനൊരു ഉറപ്പ് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ തന്നെ കൂടെ നിൽക്കണമല്ലോ, അളവും കാര്യങ്ങളും ഒക്കെ പറയാനായിട്ട്. അപ്പം ഇതിലിതാ നമുക്ക് കുറച്ച് ഒഴിക്കുക കേട്ടോ. ആവണക്കെണ്ണ കുറച്ച് ഒഴിക്കുകയാണ്. ക്യാമറയുടെ അടുത്ത് വരണോ? ഇതാ കുറച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഇതധികം കേടാക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ചിലപ്പോൾ ഇടയ്ക്ക് വല്ലപ്പോഴും ചെയ്യുക. അപ്പോൾ ഒത്തിരി അങ്ങനെ പകർത്തി വെക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നമുക്ക് വേറെ കാര്യങ്ങൾക്കൊക്കെ ഇത് യൂസ് ആണല്ലോ. പിന്നെ ഉള്ളതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ ഒരു സംഭവമാണ് നമ്മൾ ചേർക്കേണ്ടത്. നമ്മുടെ ഒത്തിരി പ്രോഡക്റ്റുകളിൽ നമ്മുടെ കണ്ടൻ്റാണിത് കേട്ടോ. വൈറ്റമിൻ ഇ മറ്റേ ടാബ്ലറ്റ്, വൈറ്റമിൻ ഇ ഓയിൽ കുപ്പിയിൽ വാങ്ങിക്കാൻ കിട്ടും ബോട്ടിൽ. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഇത് സുഖമായിട്ട് ഉപയോഗിക്കാം. ഇതാണ് എളുപ്പം. നമുക്ക് അളവെടുക്കാതെ മില്ലി അളക്കാതെ ഒക്കെ നമുക്ക് ഇപ്പം ഞാനൊരു തുണ്ടല്ലേ അത് ഒഴിച്ചിട്ടുള്ളൂ, അതിലേക്ക് നമുക്കൊരു ഇത് മതി. നിങ്ങൾക്കാകുമ്പോൾ ഇപ്പോൾ ഈ ഒരു ബോട്ടിൽ നിങ്ങൾ ഇതിപ്പോൾ ഒരു 10 ml ബോട്ടിലാണ്, ഇതിൽ നിങ്ങൾ ഒഴിച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരെണ്ണം ചേർത്താൽ മതി കേട്ടോ. ആവണക്കെണ്ണ ഇതിൻ്റെ 10 ml ഒരു ടാബ്ലറ്റിനെ ചേർത്താൽ മതി. കൂടുതൽ ചേർത്തോണ്ട് പ്രശ്നം ഉണ്ടായിട്ടല്ല, അതിൻ്റെ ആവശ്യമില്ല നമുക്ക്, അതുകൊണ്ടാണ്. അപ്പോൾ എന്താ ഈ ഒരു കുഞ്ഞിനെ നമുക്ക് പൊട്ടിച്ചൊഴിക്കുക കേട്ടോ. നമുക്ക് വീഡിയോ ചെയ്യുമ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും നമ്മൾ അടുത്ത് വെക്കണം. എൻ്റെ ഒരു പ്രശ്നം അതൊക്കെ മറക്കുന്നുള്ളതാണ്. ഏജ് ആയതിൻ്റെ സൂചനയാണത്. കണ്ടോ, ഞാൻ വെറുതെ കേട്ടോ, വളരെ മുന്നേ തന്നെ എനിക്ക് നല്ല ഓർമ്മ കുറവാണ്. അപ്പോൾ ഇതിങ്ങനെ സ്ക്വീസ് ചെയ്യാം. കണ്ടോ കണ്ടോ, ഇതിൽ തന്നെ എന്തോരാ നോക്കിയത് നിങ്ങൾ. ഇപ്പം എത്ര ഡ്രോപ്സ് വീണുണ്ടാവും? ഒരു 8 ഡ്രോപ്സ് എങ്കിലും കുറഞ്ഞത് വീണുണ്ട്. മാക്സിമം പോയാൽ ഒരു 10 ഡ്രോപ്സ് അത്രയ്ക്കുണ്ട് നമ്മുടെ ഈ കുഞ്ഞൻ ട്യൂബിൽ കേട്ടോ. അപ്പം ഇപ്പം ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ മേക്കപ്പ് ഇട്ടിട്ടില്ല ഉദ്ദേശിച്ചത്, ഞാൻ പൗഡറാണ് സാധാരണ ഇടയ്ക്കിടാറ്, അല്ലെങ്കിൽ ഒന്നും ചെയ്യത്തില്ല. വീഡിയോ എടുക്കുന്നത് പറയുമ്പോൾ മടിയുള്ള കാര്യമാണ്. പക്ഷെ നമ്മുടെ പ്രോഡക്ട്സുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ സോഷ്യൽ മീഡിയ അല്ലേ ഇപ്പോൾ മാർഗം, അതുകൊണ്ടാണ്. അപ്പം ഞാൻ ഒന്നും ചെയ്യാതെ വെറുതെ ഫേസ് വാഷ് ചെയ്തിട്ട് വന്നിട്ട് ലിപ്സ്റ്റിക്ക് ഇടും. കുറേ നാളായിട്ട് പണ്ട് അതൊന്നും ഇടാറില്ല. നിങ്ങൾ പണ്ടത്തെ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ലിപ്സ്റ്റിക് ഒന്നും ഇടാറില്ലേ. ഒന്നാമത് അതിവിടെ യൂസ് ചെയ്യുന്നതിന് താല്പര്യം, മറ്റേ ആൾക്കൊന്നും താല്പര്യം, അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യാറില്ല. പക്ഷെ ഇപ്പോൾ നമ്മുടെ ഫേസ് നമ്മുടെ ക്യാമറയിൽ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇത് തോന്നണമെങ്കിൽ, ഒന്ന് ബ്രൈറ്റ് ആയിട്ട് തോന്നണമെങ്കിൽ, മേക്കപ്പ് ഒന്നും കൂടാണ്ട് ഒരു ബ്രൈറ്റ് ആയിട്ട് തോന്നണമെങ്കിൽ നമ്മുടെ
ചോപ്പിക്കണം. അപ്പോൾ നമുക്കൊരു മേക്കപ്പ് വേണ്ട, സ്കിൻ നന്നായിട്ട് ബ്രൈറ്റനായിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുറേ നാളായിട്ട് കണ്ടിന്യൂ ആയിട്ട് ഞാൻ ഇടുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ തുടച്ച് കളയുന്നതായിരിക്കും. സ്ഥിരമായിട്ട് ഇടുന്ന ഒരു സ്വഭാവമില്ല. ഇനി നമുക്കിത് എന്ത് ചെയ്യണം, നന്നായി ഒന്ന് ഷെയ്ക്ക് ചെയ്യാം. ഒത്തിരി ബോറടി ആവുണ്ടല്ലേ സംസാരം, എന്ത് ചെയ്യുക, ശീലിച്ചു പോയി. ഒന്ന് ഷെയ്ക്കാക്കാം, കുറച്ചേ ഉള്ളൂ, ഒന്ന് ഷെയ്ക്കാക്കാം. അതിനുശേഷം നമ്മൾ ഇതിങ്ങനെ ഉറ്റിക്കാം കേട്ടോ. ഒരു 2 ഡ്രോപ്സ് ഒക്കെ മതി കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ കാണുന്നുണ്ടാവുമല്ലോ, ഒരു എന്താ പറയുക, നമ്മുടെ ഈ വൈറ്റമിൻ ഇയുടെ നമ്മൾ പുരട്ടുമ്പോഴേ ഒരു ഒട്ടലുണ്ടാവും കേട്ടെ. അപ്പം നമുക്ക് ഒരു ഒട്ടൽ ഫീൽ ചെയ്യും. അതായത് ഇതിൻ്റെ ഓയിൽ എന്ന് പറഞ്ഞത് കുറച്ച് കട്ടിയുള്ളതാണ്, അതാണ് കേട്ടോ. പക്ഷെ നല്ലതാണ്. അങ്ങനെ ഒരു കുഞ്ഞു മസാജൊക്കെ കൊടുക്കുക. ഇങ്ങനെ നന്നായിട്ട് നമ്മുടെ സാഗ് ചെയ്യണ നമ്മുടെ ചീക്സൊക്കെ നന്നായിട്ട് ടൈറ്റ് ആവാനായിട്ട് ഇതിങ്ങനെ കൊടുക്കുക സൈഡിലേക്ക് കേട്ടോ. സൈഡിലേക്ക് ഇങ്ങനെ കൊടുക്കുക, അതൊക്കെ നല്ലതാണ്. അത് വെറുതെ രാവിലെ ചെയ്താലും നല്ലതാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ മേലേക്കോ പാടത്തുള്ളൂ, നമ്മൾക്കറിയാം കേട്ടോ. അങ്ങനെ നമ്മുടെ നെറ്റിയിൽ അപ്പോൾ നമുക്ക് ഒരു അധികം കാശ് മുടക്കാതെ തന്നെ ഒരു കുഞ്ഞു ഒരു എമൗണ്ടിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഡെയിലി ഇത് ചെയ്യാവുന്നതാണ്. ഡെയിലി ചെയ്തോളൂ കേട്ടോ. 40+ കഴിഞ്ഞാലൊക്കെ ഡെയിലി ചെയ്തോളൂ. അല്ലാത്തവർക്കും ഇത് ചെയ്യാം. കാരണം നമ്മൾ പറയില്ലേ, രോഗം വരുന്നതിന് മുൻപ് വരാതെ നോക്കണതാണ് ഏറ്റവും നല്ലതെന്ന്. അപ്പോൾ അതേപോലെ 35 കഴിഞ്ഞാലും 30 കഴിഞ്ഞാലൊക്കെ ഇത് എപ്പോൾ വേണമെങ്കിലും ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാം. പ്രായമൊന്നുമില്ല ഇതിന്. ഞാൻ പറഞ്ഞത് നമ്മളാണല്ലോ കൂടുതൽ പ്രായത്തിൻ്റെ സിഗ്നൽസ് ഫേസിൽ വരുമ്പോൾ വിഷമിക്കണത്. അതുകൊണ്ടാണ് എസ്പെഷ്യലി പറഞ്ഞത്. എല്ലാ സ്കിൻ ടൈപ്പിനും ഏജുകാർക്കും ഇത് ഉപയോഗിക്കാം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കാസ്റ്റർ ഓയിൽ, അതേപോലെ തന്നെ നമ്മുടെ വൈറ്റമിൻ ഇ. അപ്പോൾ ഇത് രണ്ടും കൂടി നിങ്ങൾ മിക്സ് ചെയ്യുക. ഇതില്ലെങ്കിലും കുഴപ്പമില്ല, ഈ കാസ്റ്റർ ഓയിൽ മാത്രം മതി കേട്ടോ. നല്ലതായിരിക്കും. നിങ്ങളുടെ സ്കിന്നിൽ വരുന്ന മാറ്റം നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന എല്ലാവർക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.